ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ സാജൂസ് മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു റിയാക്റ്റഡ് വീഡിയോ അല്ലെങ്കിൽ റിപ്ലൈയിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളെ ചോദിച്ചിട്ട് ധാരാളം എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചകളെ തരുമെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിപ്പൂച്ചകളെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് കൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്നല്ല, പക്ഷേ നമുക്ക് കുഞ്ഞിപ്പൂച്ചകളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു പൂച്ചയും കൂടി ഉണ്ടായിരുന്നു, അത് പ്രസവിച്ചപ്പോൾ 6 കുട്ടികളാണ് ഞങ്ങൾക്ക് പോയത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛനാണ് ബൂബു. ആൻഡ് ഇവൻ ഒരു ടെഡി സ്കിന്നുള്ള ഭയങ്കര തിക്ക് സ്കിന്നുള്ളതാണ്. ആൻഡ് കുഞ്ഞുൻ്റെത് ഒരു ഷിയർ സ്കിന്നായിട്ടുള്ള ഒരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇവർക്കുണ്ടായതാണ് ഈ 4 മക്കൾ. ഇപ്പോൾ ഒരു ഒച്ച ഉണ്ടാക്കുന്നത് തന്നെ ആ ഫ്രണ്ടിലിരിക്കുന്ന പാൽപാത്രത്തിൽ നിന്ന് പാല് കുടിക്കാനാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതല്ല, ഞങ്ങളുടെ ഒരു പൂച്ചക്കുട്ടിയുടെ പൂച്ച പ്രസവിച്ചതിൽ 6 കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം അവൾക്ക് സിസേറിയൻ ആയിരുന്നു, അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച എങ്ങാണ്ടാണ് ഇവൾ പ്രസവിക്കുന്നത്. ആൻഡ് ഇവളുടെ കുട്ടികളും ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ഹെൽത്തി എന്ന് തന്നെ പറയാം, കാരണം നല്ല കുട്ടികളാണ്. അപ്പോൾ കുട്ടിപ്പൂച്ചകളെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിപ്പൂച്ചകളെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് താല്പര്യമില്ല. ആൻഡ് ഇപ്പോൾ ഞങ്ങളങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പൂച്ചകൾ ചെറുതിലേ കിട്ടിയാലേ ഇണങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോഴേ ഞങ്ങളായിട്ടാണ് ഇവർക്ക് ഓരോ ടൈം പീരീഡ്സ് നമ്മൾ ആയിട്ട് തന്നെ ചെയ്ത് ഇതായി. പിന്നെ ഞങ്ങളല്ല ശരിക്കും പൂച്ചയുടെ കാര്യങ്ങൾ നോക്കാൻ, ഞങ്ങൾ കളിപ്പിക്കും, ചിരിപ്പിക്കും, അങ്ങനെ ഓരോ കളികളൊക്കെ ഇതാക്കുന്നല്ലാതെ ഇതിൻ്റെ ബാക്കിയുള്ള വാഷ്റൂം കാര്യങ്ങളായാലും കുളിപ്പിക്കലായാലും ഫുഡ് കൊടുക്കലായാലും ഒക്കെ ഡീൽ ചെയ്യുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദർ മീൻസ് വെല്ലുമ്മ, വാപ്പാടെ ഉമ്മ ആണ് നോക്കുന്നത്. സോ ആൾക്കും ഈ പൂച്ചകളുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഞങ്ങളുടെ വീട്ടിൽ 7 പൂച്ചകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പൂച്ചേനെ കൊടുക്കാൻ താല്പര്യമുണ്ട്. കുഞ്ഞിപ്പൂച്ചകളല്ല കേട്ടോ, വലിയൊരു പൂച്ചേനെ കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആ പൂച്ചയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം അവളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ട് വേണമല്ലോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഒരു പൂച്ചേനെ കൊടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അത് കുഞ്ഞിപ്പൂച്ചകളല്ല. കുഞ്ഞിപ്പൂച്ചകൾ നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പ്ലാൻ ചെയ്യണില്ല. പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ കമൻ്റ് ഇട്ടവരൊക്കെ നമ്മൾ പരിഗണിക്കും, പക്ഷേ ഇപ്പം എന്തോ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു പ്ലാനിങ് ഇല്ല. ഇപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ ഈ പൂച്ചകളെ കൊടുക്കുന്നതിന് ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ് ഇവരെന്നോട് കുറേ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് കൊടുത്താലോ അവർക്ക് കൊടുത്താലോ എന്നൊക്കെ ഉമ്മനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മാത്രം ഡിസൈഡ് ചെയ്തിട്ട് ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ ഒപ്പീനിയനിലും പറയുന്നത് ഇപ്പോൾ പൂച്ചകളെ കൊടുക്കണ്ട, വേണമെങ്കിൽ ഒരു പൂച്ചേനെ കൊടുത്തോളൂ. അത് വലുതിലാണ് കേട്ടോ. ഞങ്ങൾക്ക് വലിയത് 3 പൂച്ചകളാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ മുമ്പേ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, 3 പൂച്ചകളാണ്. അതിൽ ഒരു പൂച്ചേനെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പൂച്ചയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അവളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇവരൊക്കെ നല്ല കുസൃതി മക്കൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമൻറ്റിൽ ചോദിക്കുമ്പോൾ എന്നോട് ഉമ്മ കൊടുത്തോട്ടെ ചോദിക്കുമ്പോൾ ഉമ്മ പറയുക ഇവരെങ്ങനെ കൊടുക്കാനാണ്. കാരണം ഓരോരുത്തരും ഒന്നിനൊന്ന് സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. കാരണം ഓരോരോ ദിവസവും അവർ ഓരോരോ കുസൃതികൾ ഒപ്പിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.